പൊന്നുമക്കളെ, ആരാണ് പവർ ടീം, അതല്ലെങ്കിൽ ആരാണ് പ്രമുഖ നടൻ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഇത്രയും കാലം സിനിമാ മേഖലയെ കുറിച്ച് നമുക്കൊരു ഗോസിപ്പ് മാത്രമായിരുന്നു ഈ കാര്യങ്ങൾ. ഇപ്പൊ ഒരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം ഗോസിപ്പ് ആണെന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്, പക്ഷെ ഞെട്ടാനൊന്നുമില്ല. കാരണം ഈ കാര്യങ്ങൾ നമ്മൾ ഗോസിപ്പായിട്ട് നമ്മൾ ധരിച്ച വെച്ചതാണ്. ഇപ്പൊ റിപ്പോർട്ട് വന്ന സമയത്ത് ആരാണ് പ്രതിയെന്ന് പുറത്ത് വിട്ടിട്ടില്ല. ശരിയാണ്, ഇരകളുടെ പേര് മറച്ചു വെക്കണം, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ പ്രതികളെന്ന് സംശയിക്കുന്ന ആൾക്കാരുടെ പേര് എന്തിനാണ് മറച്ചു വെക്കേണ്ടത്? ഏതായാലും ഈ റിപ്പോർട്ട് വന്നതിന്റെ പേരിൽ വലിയൊരു ഷോക്കിംഗ് ഒന്നുമില്ല. ഈ ഒരു ഗോസിപ്പ് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ ആരാണ് എന്നുള്ളത് ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ആയിട്ടുള്ളത്. പലരും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത താരങ്ങൾക്കെതിരെ അടിച്ചാക്ഷേപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പല താരങ്ങൾക്കെതിരെയും കൃത്യമായിട്ട് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവര് പറയാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. 235 പേജ് ഉണ്ട്. ഇത്രയും കാലം നമ്മൾ ഗോസിപ്പ് ആണെന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ആരാണ് ഇത് ചെയ്യുന്നത്, ആരാണ് പവർ ടീം, ആരാണ് പ്രമുഖ നടൻ, അതൊന്നും അവിടെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു പുകമറയാണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് 300 പേജുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പുറത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഞെട്ടാനുള്ള വകയുണ്ടാകാം. കാരണം ആരാണ് പവർ ടീം, ആരാണ് ഇതൊക്കെ ചെയ്തത്, ആരാണ് പ്രമുഖ നടൻ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലൊരു സംശയമുണ്ട്, ആണോ എന്നുള്ളത്. പക്ഷെ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പരാമർശിച്ചിട്ടുള്ള പേരുകൾ പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് 100% ആ ഒരു താരം തന്നെയാണ് അതെന്ന് പറയാൻ പറ്റും. ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കുക.